ഹലോ ഗായ്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി സ്റ്റോറിയാണ്. പണ്ട് എനിക്ക് അങ്ങനെ മാനിഫെസ്റ്റേഷനിൽ അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. ഞാൻ നാട്ടിൽ പോയല്ലോ. അപ്പോൾ എനിക്ക് 2 കണക്ഷനായിരുന്നു. റിഗേന്ന് റോം, റോം ടു ദുബായ്, ദുബായ് ടു കൊച്ചി. അപ്പോൾ എനിക്ക് റോമിൽ 7½ ഹവേഴ്സ് ലേ ഓവർ ഉണ്ടായി. ദുബായിൽ 14 ഹവേഴ്സ് 14 ഓർ 14 ഹവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയ ടൈമിൽ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ വേറെ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു റോം ഒന്ന് പോയി കാണണം. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ തിരിച്ചു വരുന്ന ടൈമിൽ ഫ്ലൈറ്റ് മിസ്സായാലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ പോയില്ല. ജസ്റ്റ് രണ്ട് എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തു. ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ടൈമിൽ അപ്പോഴും എനിക്ക് 2 കണക്ഷൻ ഉണ്ട്. കൊച്ചി ടു ദുബായ്, ദുബായ് ടു ആംസ്റ്റർഡാം, ആംസ്റ്റർഡാം ടു റീഗ. അപ്പോൾ എനിക്ക് ആംസ്റ്റർഡാമിൽ എനിക്ക് 1 അവർ എന്തോ ലേ ഓവർ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോയി കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഞാൻ വേറെ കൺട്രി പോകണം അങ്ങനെയൊന്നും എൻ്റെ ഇപ്പോൾ മൈൻഡിലില്ല കേട്ടോ. വന്ന ടൈമിൽ നല്ലോണം ഉണ്ടായിരുന്നു. തിരിച്ചു പോയ സമയത്ത് ഞാനത് അങ്ങനെ വിട്ടു. ഇവിടെ എത്തണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. എനിക്ക് പ്രീ മാസ്റ്റർ ഡിഫൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വേഗം എത്തണം, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വന്ന ടൈമിൽ ഞാൻ 7 മണിക്ക് ദുബായിലെത്തണം. ഞാൻ ദുബായിലെത്തിയത് 8 മണിയായപ്പോൾ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗ്രൗണ്ട് സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ കീഴിലോട്ട് എല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി. പിന്നെ ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിച്ചു. പിന്നെ ഞാൻ കണക്ഷൻ ഡെസ്കിൽ പോയപ്പോഴേക്കും ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് നല്ല ക്യൂ, കുറേ പേരുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്യൂ നിന്ന് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ദൈവമേ എന്ത് നല്ല ദിവസം, വളരെ നല്ല ദിവസം. അവരുടെ ഫുൾ നെഗ് അടിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവ നെഗ് അടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പറയുമല്ലോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എന്തെങ്കിലും വേഴ്സ് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ എന്തോ വലുത് വരാനുണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ഫുൾ മൈൻഡിൽ ഞാൻ വേഗം പോസിറ്റീവ് തോട്ട്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവർ 2 ഓപ്ഷൻ തന്നു. ഒന്ന്, ഉച്ചയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇസ്താംബൂളിലേക്ക്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് റിഗയിലോട്ട് പിറ്റേ ദിവസം. അപ്പോൾ പിന്നെ അത്രയും നേരം ഞാൻ ഇസ്താംബൂളിൽ നിൽക്കണ്ടേ. പിന്നെ വന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്റ്റേ പ്രൊവൈഡ് ചെയ്ത് തരാം. ഇവർക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് റിഗയിലുണ്ടെന്ന് പറഞ്ഞു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്, പിന്നെ ഇവർ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആയിരുന്നു കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു അവർ എനിക്ക് എടുത്ത് തന്ന റൂം അടിപൊളി പ്രീമിയം സൂട്ട് റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവർ നമുക്ക് ക്യാബൊക്കെ അറേഞ്ച് തന്നു. അങ്ങനെ റൂമിൽ ചെന്നു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫിയോൻസി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ദുബായ് ഫുൾ കറങ്ങി കണ്ടു. നെക്സ്റ്റ് ഡേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫിയോൻസി അവിടെ വർക്ക് ചെയ്യുന്നത്. അവൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചേട്ടൻ എന്നെ കാണാൻ വെച്ചിട്ടുണ്ടായി. ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു കല്യാണത്തിന് വരില്ലേ എന്നൊക്കെ ചോദിച്ചു. ഉറപ്പായിട്ട് ഞാൻ കല്യാണത്തിന് പോകാതിരിക്കും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ. അപ്പോൾ പറഞ്ഞു ഞാൻ വരും, ഉറപ്പായിട്ട് വരും. അങ്ങനെ സംസാരിച്ചു. ചേട്ടൻ ഫുഡൊക്കെ വാങ്ങി തന്നു. അത് കഴിഞ്ഞ് ബായ് പറഞ്ഞു. പിന്നെ ഞാൻ റൂമിൽ പോയി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ പോയി കുറച്ച് നേരം മീറ്റ് നമുക്ക് ഉടനെ സിമ്മൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പുതിയ കൺട്രി കണ്ടു. അത് ഫ്രീ ഓഫ് കോസ്റ്റ്. എനിക്ക് ഫുൾ ഫ്രീ ആയിരുന്നു. പൈസ പോലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കൺട്രി കാണാൻ എനിക്ക് പറ്റി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ്, നീ കുറേ കാണിക്കണം. ഓ ശരിയാണ്, ഞാൻ പോയ സമയത്ത് ഞാൻ കുറേ എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും കൺട്രി കാണണം എന്ന്. പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഞാൻ ആ കാര്യമേ മറന്നുപോയി. അപ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ എന്താണെങ്കിലും ഭയങ്കര ട്രൂ ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിലും എന്താണെങ്കിലും നടക്കും എന്ന് പറയണത് സത്യമാണ്. നമ്മൾ മറ്റേ ഷാറുഖ് പറയുന്നുണ്ടല്ലോ, അഗർ കോയി ചീസ് ദിൽ സെ ചാവോ തോ പൂരി കൈനാത് ഉസ്സെ തുംസെ മിലാനെ കി സാദിഷ് മേ ലഗ് ജാതി ഹൈ. അതേക്കെ പോലെ പോലൊക്കെ പറഞ്ഞു നമ്മൾ ട്രൂ ആയിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും ഒക്കെ പറഞ്ഞ പോലെ സത്യമാണ്. നമ്മളിപ്പോൾ ഭയങ്കര ട്രൂ ആയിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് 100% ഷുവർ എന്താണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ ഇപ്പോൾ തന്നെ വേണമെന്ന് വിചാരിച്ച സംഭവം ഇപ്പോൾ തന്നെയാണ്, ബട്ട് ഇത്തിരി ഡിലേ വന്നാലും ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കും, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും അത് നമുക്ക് കിട്ടണത് തന്നെ. ഞാനൊരു സീരീസ് കണ്ടിട്ടുണ്ട്, കാസ്റ്റവേ ഡിവ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫീമെയിൽ ആക്ട്രസ് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ട്രൂ ആയിട്ടൊരു നമുക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അത് നമുക്ക് കിട്ടിയിരിക്കും. അത് ചിലപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യമായിട്ടോ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രൂ ആയിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് നടന്നിരിക്കും. പിന്നെ പറയല നമ്മളിപ്പോൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന സംഭവം നമുക്ക് അപ്പം തന്നെ കിട്ടണം എന്നില്ല. എല്ലാത്തിനും കറക്റ്റ് സമയമുണ്ട്. ദൈവത്തിന് അറിയാം എപ്പോഴാണ് നമുക്കത് വേണ്ടതെന്ന്. അപ്പോൾ കറക്റ്റ് സമയത്ത് ദൈവം നമുക്കത് കൊണ്ടുവന്ന് തരും.